എ ഡേവിഡ് ബാലു എന്നൊരു ഓർഗനൈസേഷനെ പറ്റി നമ്മൾ ഇതിനിടയ്ക്ക് സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വളരെ പേരും പെരുമയുള്ള ആർട്ടിസ്റ്റുകൾക്ക് അവാർഡ് കൊടുക്കുക മാത്രമല്ല, സമൂഹത്തിൻ്റെ വളരെ താഴെത്തട്ട് നിൽക്കുന്ന ഈ സർക്കാർ വിദ്യാലയങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികൾ കലാവാസനയിലൊക്കെ മുൻപിട്ട് നിൽക്കുകയും പക്ഷേ മറ്റ് സാമ്പത്തിക പരാധീനത കൊണ്ടും ഉപകരണങ്ങൾ മേടിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടും പിന്നോക്കം പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ പ്രോത്സാഹിക്കാൻ വേണ്ടി ഈ ഡേവിഡ് ബാലുവിൻ്റെ ഓർഗനൈസേഷനിലെ ചുറിയുറുക്കുള്ള ചെറുപ്പക്കാർ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യുവജനോത്സവം എന്ന് പറയുന്ന പ്രൊഫഷണൽ നിലവാരത്തിലുള്ള ഐറ്റങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ അവരോട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ കുട്ടികൾക്ക് നല്ല മോട്ടിവേഷനും അല്പം പണം ചിലവാക്കിയുള്ള പ്രോത്സാഹനവും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമാണ്. സ്വകാര്യ മേഖലയിലെ കുട്ടികൾക്ക് 10,000-കണക്കിന് രൂപ കൊടുത്ത് ആർട്ടിസ്റ്റുകളെ ഇരുത്തി അത് ചെയ്യുമ്പോൾ ഇവർ വെറും കൈയോടെ നോക്കി നിൽക്കുന്ന ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും ഈ ഡേവിഡ് ബാലുവിൻ്റെ ഓർഗനൈസേഷൻ മുന്നോട്ട് വരുന്നുണ്ട്. അതിന് ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ യുവജനോത്സവത്തിൽ 70ഓളം ട്രെയിനർമാരെ വെച്ചിട്ട് അവർക്ക് കോച്ചിങ് കൊടുക്കുകയും അതിൻ്റെ തക്കതായ ഫലങ്ങൾ അതിൽ കിട്ടുകയും ചെയ്തു എന്നുള്ളത് അതിന് ദൃഷ്ടാന്തമാണ്. അതിനപ്പുറം ഒരു നല്ല സേവനമുണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ സമ്മാനങ്ങൾ മേടിക്കുന്നത് നോക്കിയാൽ അറിയാം. പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ എല്ലാം സ്വകാര്യ മേഖലയിലാണ്. ലക്ഷങ്ങൾ ചിലവാക്കി പ്രതിഭകളല്ലാത്തവരെയും പ്രതിഭകളാക്കി സമ്മാനങ്ങൾ മേടിക്കുന്ന ഒരു കാലത്ത് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ബാലുവിൻ്റെ ഒരു നാമധേയത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാകാത്തതാണ്. അപ്പോൾ അവരെ വീണ്ടും ആ രംഗത്ത് നിൽക്കാനുള്ള ഈ ഓർഗനൈസേഷനെ പ്രോത്സാഹിപ്പിക്കാനും നമ്മളെ നാട്ടുകാരും സാമ്പത്തിക ശേഷിയുള്ളവരും അധ്യാപകരും റിട്ടയർഡ് അധ്യാപകരും ഒക്കെ അവരെ സഹായിക്കേണ്ടതാണ്. ഈ പാവപ്പെട്ട കുട്ടികൾക്കും അതിനുള്ള കലാവാസനയും കാലിബറും ഉണ്ടെങ്കിൽ അവരും ഈ രംഗത്ത് കടന്നു വരണം എന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കും ഉണ്ടായിരിക്കണം. അതിന് ഈ ബാലുവിൻ്റെ പേരിലുള്ള ഈ ഡേവിഡ് ബാലു എന്നുള്ള ആ സംഘടനയ്ക്ക് സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലുള്ള സഹായം നമ്മളുമൊക്കെ ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച് ഈ കുട്ടികൾ അതിലൂടെ ഈ കുട്ടികളെ കരുത്തരാക്കി അവരെ സമ്മാനങ്ങൾ വാരി കൂട്ടുന്നതിന് അതിനും ഈ ബാലുവിൻ്റെ നാമധേയം പ്രയോജനപ്പെടട്ടെ എന്നൊരാശംസയും കൂടി എനിക്ക് ഈ രംഗത്ത് വെക്കാനുണ്ട്. അതിന് മുൻപന്തി നിൽക്കുന്ന എല്ലാ ചെറുപ്പക്കാരായ ചുറിയുറുക്കുള്ള പ്രവർത്തകരെയും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കും.